താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ആള് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആളുടെ കണ്ണിന്റെ ഒക്കെ ഭാഗങ്ങൾ അപ്പൊ നമുക്കൊരു പരിചയമുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നി. ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ 4 മണിക്ക് ഷാർപ്പ് ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ മാസ്ക് ഇട്ട ഒരാള് ഈ റൂമിലേക്ക് കയറി. അൻസിബ മാഡം വന്ന് ഡോറ് തുറന്നു കൊടുത്തു, അകത്തേക്ക് കയറി. ഇത് CCTV കണ്ടു എന്ന് പറഞ്ഞു. പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ, ഇതെന്റെ ബ്രദർ ആണ് എന്ന് പറഞ്ഞു. ലക്ഷ്മി പ്രിയ അൻസിബയെ പറ്റി പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നാണവും ഇല്ലാത്ത ഒരു സ്ത്രീ. ഉള്ള കാര്യം പറയാമല്ലോ, ഒരാളെ തകർക്കാൻ വേണ്ടി വായി തോന്നുന്ന എന്ത് തോന്നിവാസവും പറയാം. അൻസിബയുടെ റൂമിൽ മറ്റൊരു പുരുഷനെ കണ്ടു, മാസ്ക് ഇട്ടിട്ടാണ് വന്നത്. അതാരാന്ന് അറിയത്തില്ല, ആധാർ കാർഡ് വേണം, അൻസിബയ്ക്ക് മദ്യം വാങ്ങി കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എന്തിൻ്റെ കേടാന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം ഇവർ പല രീതിയിലും പയറ്റി നോക്കി. പോലീസിൽ വ്യാജമായിട്ട് കേസ് കൊടുത്തു നോക്കി, അത് വിജയിച്ചില്ല. എന്നിട്ട് ഇപ്പോൾ അടുത്തൊരു ആരോപണമായിട്ട് വന്നിരിക്കുക. അൻസിബയുടെ കൂടെ ആരെ കണ്ടോട്ടെ, അൻസിബ ഇഷ്ടപ്പെടുന്ന പയ്യൻ്റെ കൂടെ ഒരുമിച്ച് റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തു പ്രശ്നം? അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ കൂടെ വേറൊരാളെ റൂമിൽ കണ്ടു കഴിഞ്ഞാൽ അതിന് വേറെ രീതിയിൽ വളച്ചുകൊണ്ട് പോകുന്ന എന്തിനാണ്? ഇത് ആക്ച്വലി വെൽ പ്ലാൻഡ് ആണ്. പബ്ലിക്കായിട്ട് ആ ഒരു പെൺകുട്ടിയെ നാറ്റിക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക. ഇത്രയും വൃത്തികെട്ട ചിന്താഗതിയുള്ള ഒരു സ്ത്രീയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് ആദ്യം ഇൻ്റർവ്യൂ ഒന്ന് കാണാം. ഷൂട്ടിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടുന്ന് റിസ്ക് എടുത്ത് വീണ്ടും തിരിച്ച് ചിറയൻകീഴ് വരെ പോയിരുന്നത്. അപ്പൊ ആ ഷൂട്ട് നടന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എന്നാ പിന്നെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഈ മോളെ നിർബന്ധിച്ച് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഷൂട്ടില്ലല്ലോ, അനിശ്ചിതമായിട്ട് ഷൂട്ടില്ല, എപ്പോഴാണ് ഇനി തുടങ്ങുന്നതെന്ന് അറിയില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ വിളിക്കുമ്പം ഈ കുട്ടി വരാൻ തയ്യാറാവുന്നില്ല. ഈ കുട്ടി പറഞ്ഞു 3 ദിവസം കൂടി ഈ കുട്ടിക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ, നിന്ന് എങ്ങനെയെങ്കിലും പേയ്മെന്റ് വാങ്ങിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ കാശിന് അത്യാവശ്യത്തിന് വല്ലതും ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ കാശ് തരാം. അത്രയ്ക്ക് പൈസ അങ്ങ് ഒരുപാട് ഇരിക്കുന്നുണ്ടെങ്കിൽ ലക്ഷ്മി പ്രിയ എന്തുകൊണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് 10-20 ലക്ഷം രൂപ പറ്റിച്ചിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കാത്തത്? അത്രയും അങ്ങ് പൈസയൊക്കെ ഉണ്ട്, അങ്ങനെ അങ്ങ് വിശാല മനസ്കതയായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആദ്യമേ ആ കാശ് കൊടുക്ക്. അയാൾ ഇപ്പോഴും അതിൻ്റെ പുറകെ നടക്കുക. അയാൾ കേസ് കൊടുത്തിട്ട് ഇപ്പോൾ അങ്ങോട്ട് കേസിൻ്റെ വിധിയാവാറായെന്നൊക്കെ പറയുന്ന കേട്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതായത് എന്തോ പറയണ്ട, ഇവരങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് മിസ്റ്റർ പെർഫെക്റ്റ്, ഇവരെ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ, ഭയങ്കര അങ്ങ് കുലസ്ത്രീയാണ് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയായിട്ട് നടക്കുന്ന ഒരു സ്ത്രീ. അതായത് നാക്കിന് ലൈസൻസ് ഇല്ലാതെ എന്തും വിളിച്ച് പറയാം, ഇവർക്ക് എന്തും കാണിക്കാം, എന്ത് കേസ് വേണമെങ്കിലും ആരുടെ പേരിൽ കൊടുക്കാം, ഇതിനൊന്നും ഒരു പ്രശ്നമല്ല. ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴാണ് പ്രശ്നം. ഏറ്റവും വലിയ എക്സാമ്പിളാണ് യൂട്യൂബേഴ്സ് ഇവരെ വിമർശിച്ച് വീഡിയോ ചെയ്തപ്പം ഇവർ 94 യൂട്യൂബേഴ്സിൻ്റെ പേരിൽ കൊണ്ടുവന്ന് ഇവർ കേസ് കൊടുത്ത്. എന്നിട്ട് വല്ല കഥയുണ്ടോ? നിങ്ങൾ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങളാണ് യൂട്യൂബേഴ്സ് എടുത്ത് വെച്ച് സംസാരിച്ചത്. അതിന് നിങ്ങൾ കേസ് കൊടുത്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. ആദ്യം ആ പാവപ്പെട്ടവൻ്റെ കാശ് തിരിച്ചു കൊടുക്കാൻ നോക്ക്. വീട്ടിൽ വരൂ, നിങ്ങൾക്ക് ഇവിടുന്ന് കാശ് തരാം, അപ്പം മോള് ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി, എനിക്ക് 3 ദിവസം നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശരി, അങ്ങനെ അവൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിൽക്കട്ടെ, നമുക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പിനത്തെ വന്ദേ ഭാരതിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യും. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ആള് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആളുടെ കണ്ണിന്റെ ഒക്കെ ഭാഗങ്ങൾ അപ്പൊ നമുക്കൊരു പരിചയമുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നി. പക്ഷെ ഞാൻ ഐഡന്റിഫൈ ചെയ്തൊന്നുമില്ല. പിന്നെ എനിക്ക് പറഞ്ഞപ്പോഴാണ് ഈ ആളാണല്ലോ ആളെന്ന് മനസ്സിലായത്. ഈ ആളെ ഞാൻ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. കാരണം രാത്രിയല്ലേ, ആ സമയമല്ലേ, ജസ്റ്റ് ഈ നമ്മുടെ വണ്ടി ഓണായ ഇതിലാണ് കാണുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോന്നു, വന്ദേ ഭാരത് ട്രെയിനിൽ കയറി ഞാൻ ഇവിടെ എത്തുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ 100 കണക്കിന് മിസ്ഡ് കോൾസ് എൻ്റെ ഫോണിൽ കിടക്കുകയാണ്. എനിക്ക് ഭയങ്കര വെപ്രാളായിപ്പോ. ഒന്ന് ഞങ്ങളുടെ ഈ പ്രൊഡ്യൂസർ രതീഷ് 100 കണക്കിന് മിസ് കോൾ ഇവരുടെ ഫോണിൽ കിടക്കുവാണെന്ന്. അതായത് ഇവർ ഏതോ ഒരു ഷൂട്ടിൻ്റെ കാര്യമായിട്ട് പോയ സമയത്ത് അത് ക്യാൻസൽ ആകുന്നു. അപ്പം 2 മണി വരെ ഇവർ അൻസിബയുടെ റൂമിലിരിക്കുന്നു. അതിനുശേഷം ഇവർക്ക് പോകാൻ സമയമെന്ന് പറഞ്ഞിട്ട് ഇവർ പോകുന്നു. ആ 2 മണി കഴിഞ്ഞതിന് ശേഷം അൻസിബയുടെ റൂമിൽ ഒരു മാസ്ക് ഇട്ടിട്ടുള്ള ഒരു വ്യക്തി വന്ന്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ പേരും പറഞ്ഞാണ് അതിൻ്റെ പ്രൊഡ്യൂസർ, പ്രൊഡ്യൂസർ, പിന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാർ, ഹോട്ടലിലെ ആൾക്കാർ എല്ലാവരും ലക്ഷ്മി പ്രിയയുടെ ഫോണിൽ വിളിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവരെ വിളിക്കേണ്ട ആവശ്യം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. അഥവാ അൻസിബയുടെ റൂമിൽ വേറൊരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോയി ചോദിക്കാം, ഇവിടെ വേറെ ഗസ്റ്റ് ഉണ്ടോ, ആരാണ് എന്താണെന്ന് ചോദിക്കാം. വേണമെങ്കിൽ നിങ്ങളുടെ ID പ്രൂഫ് നിങ്ങൾക്ക് കാണിക്കാം. അത് ഹോട്ടലിൻ്റെ റൂളാണ്, അതെല്ലാ ഹോട്ടലുകളിലും അങ്ങനെയാണ്.
ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടൽ റൂം എടുത്തിട്ട് അവിടെ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ID പ്രൂഫും കാര്യങ്ങളും കൊടുത്തിരിക്കണം. അത് ചില ഹോട്ടലുകൾ അങ്ങനെയാണ്. അപ്പം ആ ഹോട്ടലുകാർക്ക് ചോദിക്കാം. നേരെ മറിച്ച് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്തിനാണ് ആ ഒരു പെൺകുട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യം? ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട്, പ്രൊഡ്യൂസർമാർ ചോദിച്ചു, പ്രൊഡ്യൂസർ ക്വസ്റ്റ്യൻ ചെയ്തു, പിന്നെ എന്തൊരു കഥവ് തള്ളി തുറക്കാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ ഈ സ്ത്രീ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. സണ്ണി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ, അതുകൂടാതെ ആ സെറ്റിലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷ് നെയ്യാറ്റിങ്കര, സജിത്ത് പ്രൊഡക്ഷൻ മാനേജർ സജിത്ത്, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഞങ്ങളുടെ ഹോട്ടലിന്റെ ഓണർ സജീർ എന്ന് പറഞ്ഞ സാറ്, പിന്നെ ഹോട്ടലിന്റെ മാനേജർ ഒരു പയ്യൻ. ആദ്യത്തെ കോള് ഷീബ എന്ന് പറഞ്ഞ ചേച്ചിയുടെ കോൾ ലിസ്റ്റാണ്. അതിലേക്ക് ഞാൻ വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറയുന്നത്, ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ 4 മണിക്ക് ഷാർപ്പ് ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ മാസ്ക് ഇട്ട ഒരാള് ഈ റൂമിലേക്ക് കയറി. അൻസിബ മാഡം വന്ന് ഡോറ് തുറന്നു കൊടുത്തു, അകത്തേക്ക് കയറി. ഇത് CCTV കണ്ടു എന്ന് പറഞ്ഞു. സാറ് കണ്ടു എന്ന്. ഹോട്ടൽ മാനേജർ അറിയാണ്ട് സിനിമയുടെ പ്രൊഡക്ഷനിലുള്ള ആരോ ഇവിടെ ഈ റൂമിലേക്ക്, ഞാൻ വെക്കേറ്റ് ആയ റൂമിലേക്ക് ആരെയോ അക്കോമഡേറ്റ് ചെയ്തു എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ വെളുപ്പിനെ തന്നെ ഈ മാനേജേഴ്സിനെ വിളിക്കുന്നു. മാനേജേഴ്സ് പറയുന്നു, ഞങ്ങൾക്കറിയില്ല, ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഞങ്ങൾക്കറിയില്ല. ഉടനെ പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസറെ വിളിക്കുന്നു, പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുന്നു. അങ്ങോട്ട് ആകെ മൊത്തം ഒരു ബഹളമായി. ഇവരാരും അറിയാതെയാണ് ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ഞാനില്ലല്ലോ, ഞാൻ ചിത്രത്തിലില്ലാത്ത ആളാ. അങ്ങനെ ഇവര് അന്വേഷിച്ച് പിടിച്ച് ഇവരിവിടെ എത്തുമ്പോഴത്തേനും ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു. അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആള് വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, അൻസിബയ്ക്ക് ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം, അവർക്ക് ആരെ വേണമെങ്കിലും പ്രേമിക്കാം. അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫാണ്. അവരുടെ റൂമിലോട്ട് ആര് വരുന്നു, അല്ലെ അവർ ആരുടെ കൂടെ കയറിപ്പോകുന്നു, ഈ സാധനത്തിനകത്തോട്ട് ബാക്കിയുള്ളവർ നുഴഞ്ഞു കയറേണ്ട ആവശ്യം എന്താ? അത് നിങ്ങൾക്ക് ആർക്കും ഇൻട്രൂഡ് ചെയ്യാനുള്ള യാതൊരുവിധ അവകാശവും ഇല്ല. പ്രധാനമായിട്ട് ലക്ഷ്മി പ്രിയ ഇതൊരു വലിയ സംഭവമാണെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ വന്ന് പറയുന്നത് എന്തോ അങ്ങ് ഭയങ്കര സാധനം കണ്ടുപിടിച്ച്. അതായത് ജനങ്ങളുടെ മനസ്സിൽ അൻസിബ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് ഒരു ഇമേജ് ഉണ്ട്, അത് എങ്ങനെയെങ്കിലും പൊളിച്ചെടുക്കണം. ഈ പറയുന്ന അൻസിബ ഒരു വൃത്തികെട്ട പെൺകുട്ടിയാണ്, ഇത്തരത്തിലൊക്കെയുള്ള മോശ പരിപാടികളാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനുള്ള ലക്ഷ്മി പ്രിയയുടെ നാടകം. നാണോ മാനോ എന്ന് പറയുന്നൊരു സാധനം നിങ്ങൾക്കുണ്ടോ? അറിയാൻ വേണ്ടി ചോദിക്കുക. ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ മോശമായിട്ട് വന്ന് പറഞ്ഞാൽ നാളത്തെ അൻസിബയുടെ ഫ്യൂച്ചർ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇൻ കേസ് ആ ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ട് എങ്ങാനോ ആണ് ആ ഒരു റൂമിൽ വന്നതെങ്കിൽ നാളൊരു കാലത്ത് ആ ഒരു പെൺകുട്ടിക്ക് ഒരു നല്ലൊരു കുടുംബജീവിതമെങ്കിലും കിട്ടുമോ? ഇവരിങ്ങനെയുള്ള തോന്നിയാസമൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കാൻ വേണ്ടി എന്ത് നാണം കെട്ട പണിയും കാണിക്കുന്നത് അത്ര ശരിയുള്ളൊരു പരിപാടിയല്ല. തുറക്കാതെ വന്നപ്പോഴത്തേനും 6:30 മണി വരെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് 6:30യോട് കൂടിയിട്ട് ഷീബ എന്ന് പറയുന്ന ലേഡി ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് മെയിൻ എൻട്രൻസ് തുറക്കുന്നു. നേരെ എൻ്റെ റൂമിലേക്ക് നോക്കുന്നു, അവിടെ ആരെയും കാണാനില്ല. അപ്പൊ അൻസിബയുടെ റൂമിൽ തട്ടി അൻസിബയെ വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞ വാക്കാണ്, അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു എന്ന്. മനസ്സിലായോ? അപ്പൊ ചോദിച്ചു, ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അയ്യോ ഇല്ല, ആരും ഇല്ല, ആരും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞെന്ന്. അപ്പൊ ഇവര് ഡോർ ഇച്ചിരി ഒന്ന് തള്ളി തുറന്നിട്ട് ചോദിച്ചു. അപ്പൊ അവര് തന്നെ അന്തം വിടും, ആരാ ഇവിടെ കയറിയെന്ന് നമുക്ക് അറിയില്ല, മുഖംമൂടിയും വെച്ചിട്ടുണ്ട്, മുഖംമൂടിയല്ല മാസ്കും വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് പിന്നെ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ ഇതെന്റെ ബ്രദർ ആണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പറഞ്ഞു, ആണോ ബ്രദർ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടോ? ആർക്കും ആരുടെ റൂമിലും വരാമെന്ന് ഇപ്പൊ സുപ്രീം കോടതിയുടെ ഓർഡർ പോലും ഉണ്ട്. ബ്രദർ സ്റ്റേ ചെയ്യുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു പിന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്, 3 days സ്റ്റേ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ 7 സ്റ്റാർ ഹോട്ടലിൽ ഇവരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല, ID തരാൻ പറ്റില്ല, ഇതാന്ന് പറഞ്ഞു. ഭയങ്കര ബഹളം. അപ്പൊ സിനിമാക്കാരും ഇദ്ദേഹത്തിന്റെ അടുത്ത് വഴക്കിടുന്നു, ഈ ഞങ്ങളുടെ പ്രൊഡക്ഷൻ സൈഡിലുള്ള ആൾക്കാർ വഴക്കിടുന്നു. അവരാരാണ് ആധാർ കാർഡ് ചോദിക്കാനായിട്ട്? ഈ പ്രൊഡക്ഷൻ ടീമും കാര്യങ്ങളും ഒക്കെ വഴക്കിടാനും ആധാർ കാർഡ് ചോദിക്കാനും ഒരു റൈറ്റ്സും ഇല്ല. ഉള്ള കാര്യം പറയല്ല, യവന്മാരുടെയൊക്കെ പേര് കൊണ്ടുവന്ന് കേസ് കൊടുക്കണമായിരുന്നു. കാര്യം വേറൊരു ആളുടെ റൂമിലോട്ട് ട്രെസ്പാസ് ചെയ്ത് കയറുമോ എന്നുള്ള രീതി വെച്ചിട്ട് യവൻ്റെയൊക്കെ പേരിലായിരുന്നു കൊണ്ടുവന്ന് കേസ് കൊടുക്കേണ്ടത്. അങ്ങനത്തെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഹോട്ടലുകാർ ചോദിച്ചോട്ടെ, ഹോട്ടലുകാർക്ക് ചോദിക്കാം ആരാണ് ഗസ്റ്റ്, ആരാണ് വിസിറ്റേഴ്സ്, ആരാണെന്ന് ചോദിച്ചാൽ അവരുടെ ആധാറും ഡീറ്റെയിൽസും ഒക്കെ എടുക്കുന്നതിനകത്ത് വലിയ ഇഷ്യൂ ഒന്നുമില്ല, അതെല്ലാ ഹോട്ടലിലും റൂളാണത്. പക്ഷെ ബാക്കിയുള്ളവർ ഈ ആധാർ വേണം, ID പ്രൂഫ് വേണം എന്നും പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഡയലോഗൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൈ വെച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ ലക്ഷ്മി പ്രിയ ഒരു വലിയ എന്തോ മഹാസംഭവം കണ്ടുപിടിച്ചെന്നും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ലക്ഷ്മി പ്രിയ അങ്ങ് എല്ലാം തികഞ്ഞൊരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കരുതേ.
നിങ്ങൾ എന്തൊക്കെ പരിപാടികളാണ് ഈ ഒരു വിഷയങ്ങളിൽ നടത്തിയെന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. ഇത് മുഴുവനും ഇവർ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ പറയുന്ന ഒരു കാര്യത്തിനും തെളിവില്ലാതെ ലക്ഷ്മിപ്രിയ സംസാരിക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവര് മൊത്തം ഇവിടുത്തെ വഴക്കും ഈ കാര്യങ്ങളും, പുള്ളി ഭയങ്കര ഭീഷണിയാണ് പെടുത്തുന്നത്. അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കാരണം ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അവിടെ വന്ന് അത് എന്റെ കയ്യിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അത് എന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. പക്ഷെ അതുണ്ട്, പലരുടെ കയ്യിലും അത് സേഫ് ആയിട്ട് ഉണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും അവരത് പുറത്തെടുക്കും. അങ്ങനെ ഒരു രേഖയുണ്ട്. ഇതിന് അൻസിബയ്ക്ക് വേണമെങ്കിൽ കേസിന് പോകാം. ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? ആ വീഡിയോ ഉണ്ടെന്നും പറഞ്ഞിട്ട് ത്രെട്ട് ചെയ്യുന്നത്, ഇത് ത്രെട്ടണിങ് ആണ്. പബ്ലിക്കായിട്ട് വന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുന്നത്. എനിക്കൊരാവശ്യം ഉണ്ടെങ്കിൽ അത് അവരെടുക്കുമെന്ന് ധൈര്യമായിട്ട് എടുത്ത് പുറത്തു വിടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇത്രയും നാണം കെട്ട ഒരു സ്വഭാവമുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പെൺകുട്ടിക്ക് നേരെ വന്ന് പറയുന്ന ഒരു അലിഗേഷൻ, അവരുടെ ആ പെൺകുട്ടിയുടെ ഫാമിലി അല്ലെങ്കിൽ അവളുടെ ഫ്യൂച്ചർ, ഇതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ഈ ഒരു സ്ത്രീക്ക് ചിന്തയുണ്ടോ? ഞാനത് പുറത്തു വിടും, എനിക്കൊരാവശ്യമുണ്ടെങ്കിൽ അവരും കൂടെ സഹായിക്കും, മറ്റേതാ മറിച്ചാണെന്ന്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ പേരിലുള്ള ഇഷ്യൂസ് ആദ്യം നിങ്ങൾ തീർക്കാൻ നോക്ക്. ബാക്കിയുള്ളവൻ്റെ റൂമിൽ എന്ത് നടക്കുന്നെന്നും പറഞ്ഞ് എത്തി നോക്കിയിട്ട് അത് വീഡിയോ എടുത്ത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവം നാണോ മാനോ ഇല്ലല്ലേ? കഷ്ടമുണ്ട്. എന്തായാലും മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, മദ്യപാനിയാണ്. നിങ്ങളങ്ങ് ഭയങ്കര പെർഫെക്റ്റ്, നിങ്ങളെ വെച്ചാൽ ആരും ഇല്ല. കൊള്ളാം. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. അപ്പോ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ഇദ്ദേഹം ഭയങ്കര ഷൗട്ടിങ്ങും പ്രശ്നങ്ങളുമാണ്. ഇത് വളരെ ഇതോടുകൂടി പറയുന്ന ഒരു ആരോപണമാണോ? അത് അല്ലെങ്കിൽ ആരോപണമല്ല, ഇത് സത്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ രാജീവ് പറഞ്ഞ കാര്യം വെച്ചാല് അവിടെ വന്ന വിഷയത്ത് പറഞ്ഞാൽ അവർക്ക് അവിടെ ഇത് കൊടുക്കാത്തതിന് വേറെ ചില റീസൺ അവർ പറയുന്നത്. അപ്പൊ എന്താണെന്നത് ആ റീസൺ ആണ് ഞാൻ പറയുന്നത്. അപ്പോ പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പൊക്കോണം എന്ന് പറയുന്നു, നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. ഇത്രയാണ് ഈ നാണം കെട്ട വർത്തമാനം നമ്മൾ കേൾക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ അൻസിബയുടെ പേഴ്സണൽ ലൈഫോ അൻസിബ ആരുടെ കൂടെ ജീവിക്കുന്നതെന്നോ അൻസിബ ആരെ പ്രേമിക്കുന്നതെന്നോ ഇതൊന്നും അല്ല നമ്മുടെ എല്ലാവരുടെയും വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ എന്ന് പറയുന്ന ആ ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് അൻസിബ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അൻസിബയ്ക്ക് നീതി എന്ന് പറയുന്ന ഒരു സാധനം കിട്ടിയിട്ടില്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ ഫൈനലി അൻസിബയ്ക്ക് നീതി കിട്ടിയിരിക്കുവാണ്. അപ്പം അൻസിബയുടെ ആ ഒരു നിലപാടും അൻസിബയുടെ ആ ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മളെല്ലാവരും സംസാരിച്ചിട്ടുള്ളതും ആ ഒരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അല്ലാതെ അൻസിബയുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് വയ്ക്കുക, അതെടുത്ത് പുറത്തു വിടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, ഈ കാണിക്കുന്ന തന്തയില്ലായ്മയൊക്കെ ഉണ്ടല്ലോ, ഒരു കാരണവശാലും ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്തെല്ലാം പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ലക്ഷ്മിപ്രിയ വേണമെങ്കിൽ കൊണ്ടുവന്ന് യൂട്യൂബേഴ്സിന് പേര് കേസ് കൊടുത്തോ. ഇങ്ങനെയുള്ള തോന്നിവാസം ഉണ്ടല്ലോ, അതായത് വന്നിരുന്ന് ത്രെട്ട് ചെയ്യുവാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട്, ഒരു ഉളുപ്പുമില്ലാത്ത ഒരു വ്യക്തി. ഇനി അൻസിബ കൊടുത്ത കേസിന്റെ ഒരു അപ്ഡേറ്റ് ഉണ്ട്, ആ ഒരു വീഡിയോ കാണാം. വാർത്തകളിലേക്ക് വീണ്ടും. അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച് പാലാരിവട്ടം പോലീസ്. നടിമാരായ ലക്ഷ്മിപ്രിയ, ശ്വേത മേനോൻ, യൂട്യൂബ് ചാനൽ ഉടമ സുകുമാരൻ എന്നിവർക്കെതിരെയാണ് പരാതി. നടി ശ്വേത മേനോനും ലക്ഷ്മിപ്രിയയും തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും പരാതിയിലുണ്ട്. സജോ ദേവസി ചേരുന്നു. സജോ, തനിക്ക് പേടിയുണ്ട്, തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്, സമൂഹ മാധ്യമങ്ങളിൽ അടക്കം നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഉള്ള ആളുകളെ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് അൻസിബയുടെ പരാതി, അല്ലേ? റോഷ്നി, കീർത്തന, അതായത് ഈ പരാതി മറ്റ് പരാതികൾ പോലെയല്ല. ഉദാഹരണത്തിന് ടിനി ടോമിനെതിരെയും അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയക്കെതിരെ മുൻപ് നൽകിയ പരാതികൾ കോടതിയിലുണ്ട്. ഇന്ന് ടിനി ടോമിനെതിരെ നൽകിയ പരാതിയിൽ പോലീസ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് നമ്മൾ കരുതുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. പക്ഷേ പരാതി കൊടുത്തത് എന്തിന്റെ പേരിലാണെന്ന് കേട്ടല്ലോ, സോഷ്യൽ മീഡിയയിലെ വഴി അപകീർത്തിപരമായിട്ടുള്ള രീതി സംസാരിക്കുന്നു. ഇപ്പോഴും പറഞ്ഞിരിക്കുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, അതിന്റെ സീരിയസ്നെസ് അറിയാം. ഇവരുടെ പേര് കേസെടുക്കണം ഈ സ്ത്രീയുടെ പേരിൽ, എന്നിട്ട് ഇവരുടെ പേര് കൊണ്ടുവന്ന് ഡിഫമേഷന് കേസ് കൊടുക്കണം. കാര്യം ഇവർക്ക് എന്ത് തോന്നിവാസവും വിളിച്ച് പറയാൻ പറ്റുമോ ആരെ പറ്റിയും. ഇപ്പോൾ അൻസിബ നൽകിയിരിക്കുന്ന പരാതി കുറെ കൂടിയും ഗൗരവമുള്ളതാണ്. അതായത് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു അഭിമുഖം ഒരു യൂട്യൂബർക്ക് നൽകി എന്നതാണ് ഇതിന്റെ കേന്ദ്ര ബിന്ദു. അതിൽ നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ്, വ്യക്തി എന്ന നിലയിലുള്ള അധിക്ഷേപമാണ് എന്ന് തുടങ്ങിയുള്ള അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ അൻസിബ ഉന്നയിക്കുന്നുണ്ട്. അത് അത്ര തീർച്ചയായിട്ടും
അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ്. ഔട്ട്റേജിങ് ദി മോഡസ്റ്റി ഓഫ് വുമൺ. തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ആക്ട് പ്രകാരം കേസെടുക്കണം. കാര്യം ഒരാളുടെ ഒരു മാനത്തെ ചോദ്യം ചെയ്യുന്നുള്ളൊരു രീതിയിലോട്ടൊക്കെയാണ് ആ സാധനം പോയിരിക്കുന്നത്. ഞാൻ വീഡിയോ ക്ലിപ്പ് പുറത്തു വിടും, അത് കണ്ടതാണ് ഇത് കണ്ടതാണെന്നൊക്കെയുള്ള രീതി. എന്നിട്ട് ആ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്ന വ്യക്തിക്കെങ്കിലും ആ ഒരു കോൺവെർസേഷൻ അവിടെ നിർത്താമായിരുന്നു. പുള്ളി അത് കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. എത്ര സീരിയസ് ആയിട്ടുള്ളൊരു സാധനമാണിത്. ഇതിനൊന്നും ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. ടിനി ടോമിൻ്റെ പേരിൽ ടിനി ടോം കണ്ടില്ല, ഇത്രയും തോന്നിവാസം പറഞ്ഞിട്ട് ടിനി ടോമിൻ്റെ പേര് കേസെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അതൊഴിച്ചു വിട്ടു. പക്ഷെ അതേപോലൊരു സാധനമല്ലത്. പബ്ലിക്കായിട്ട് വന്നിട്ട് വളരെ സീരിയസ് അലിഗേഷനാണ് പറഞ്ഞിരിക്കുന്നത്. എളുപ്പം തള്ളിക്കളയേണ്ട ഒന്നല്ല, അതിൻ്റെതായ ഗൗരവമുണ്ട് എന്നതുകൂടി കാണേണ്ടതാണ്. വളരെ വ്യക്തിപരമായ ചില പരാമർശങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ അതിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നതിലൊരു പ്രശ്നമുണ്ട്. അപ്പോൾ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ നേരത്തെ അൻസിബ അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞത് ചില PR ഏജൻസികളെയും മറ്റുമൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആസൂത്രിതമായൊരു വ്യക്തിഹത്യാ നീക്കം, അധിക്ഷേപ നീക്കം. എന്തായാലും ഇതാണ് ഈ ഒരു കേസിൻ്റെ ഒരു അപ്ഡേറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു സ്ത്രീകളെ പറ്റിയിട്ടും ആരും വന്ന് ഇങ്ങനെയുള്ള തോന്നിവാസം പറയരുത്. അവരുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് വെക്കുക, അതെടുത്ത് പുറത്ത് വിടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, പാരാത്രിക്ക് റൂമിൽ ആൾ വന്നു, എന്തെല്ലാം തോന്നിവാസമാണ് ഈ ഒരു പെൺകുട്ടിയെ പറ്റി പറഞ്ഞത്. ഈ പെൺകുട്ടിക്ക് ഒരു ഫ്യൂച്ചർ ലൈഫ് ഉണ്ട് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇവർ ഇങ്ങനെയുള്ള രീതിയിലുള്ളൊരു സംസാരിച്ചത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.